അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതം കൂടെ അനുവദിച്ചു തന്ന ദൈവത്തിന് നമുക്ക് ചേർന്ന് നന്ദി പറയാം. വേദപുസ്തകത്തിൽ ഒരു വാക്യം അതിങ്ങനെയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം അതിൻ്റെ 33 വാക്യം പറയുന്നത് ഇങ്ങനെ: നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല തരത്തിലുള്ള ആളുകളെ കാണാറുണ്ട്. ശരീരം തളർന്നവർ, മനസ്സ് തളർന്നവർ, അതുപോലെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർ. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ തളർന്നില്ല എങ്കിലും പല വിഷയത്തിലും നമ്മൾ ഭാരപ്പെടുന്നവരാണ്. എന്നാൽ ഇതിനേക്കാളെല്ലാം വളരെ വലുതായ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അസുഖമുണ്ട്. അതിനെ ഡിപ്രഷൻ എന്ന് പറയും. ശരീരത്തെ തളർത്തുന്ന അസുഖത്തെക്കാൾ 100 ഇരട്ടി ശക്തിയുള്ള മനസ്സിനെ ബാധിക്കുന്ന ഒരസുഖമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പലരും ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ശാരീരികമായ ബലം കാണും, എന്നാൽ മാനസികമായി തളർന്നു നിൽക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളിത് പലപ്പോഴും അറിയുന്നില്ല എന്ന് മാത്രം. ഒരല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. കാരണമില്ലാതെ വെറുപ്പും ദേഷ്യവും, ചുറ്റും 100 പേരുണ്ടെങ്കിലും അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലില്ലേ? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മളെ തന്നെ വെറുക്കുക, നമ്മളോട് തന്നെ ദേഷ്യം തോന്നുക. എത്ര പേര് നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും, ഇനിയും അത് സൗഹൃദമാണെങ്കിലും കുടുംബമാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും, നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തോന്നുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. ഒറ്റ നിമിഷത്തിൽ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. നമ്മുടെ കാര്യങ്ങളൊന്ന് കേൾക്കാൻ ഒന്ന് ചെവി തരുകയോ, അല്ലെങ്കിൽ വല്ലാതെ ഭാരപ്പെട്ട് ആ വലിയ ഭാരത്തോടെ ഞാനും നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ തലയൊന്ന് ചായ്ക്കാനൊരു തോളോ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ മറുപടിയോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയത് ഒറ്റപ്പെടൽ മാത്രമാണ്. ആരോടും പറയാനാവാതെ, ആരും കേൾക്കാനില്ലാതെ, കാരണമെന്താ അറിയാത്ത സങ്കടം. സ്വയമായിട്ട് നമ്മളെപ്പോലും സ്നേഹിക്കാൻ മറന്നു പോകുന്ന നിമിഷം. ചിലര് മരണം കൊണ്ട് ഈ അവസ്ഥയെ നേരിടും. ചിലർ ഒന്നിനും കഴിയാതെ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. പ്രിയമുള്ളവരെ, പറ്റുമെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് നമ്മുടെ മനസ്സൊന്ന് തുറക്കുക, അവരോടൊന്ന് സംസാരിക്കുക. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇങ്ങനെ ഡിപ്രഷനിൽ നിന്ന് ഇരിക്കുന്ന ആളുകളെ അതിന് നടുവിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ വേദപുസ്തകത്തിലെ വാക്യം ഓർമ്മിപ്പിച്ചത്.
ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് നസറേനായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളോട് ധൈര്യപ്പെടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ധൈര്യത്തോടെയാണ് ആയിരിക്കുന്നതെങ്കിൽ, ധൈര്യം ചോർന്നു പോയ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നു പകലിൽ അങ്ങനെയുള്ളവരെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ, അങ്ങനെയുള്ളവരോടൊക്കെ നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കാൻ പറ്റുമെങ്കിൽ അവരോട് അടുത്തിരുന്ന് അവരുടെ മനസ്സൊന്നറിയുവാൻ ഇന്ന് പകൽ നമുക്കിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു.